ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത സ്വരൂപിയാം ഗുരുവായൂരപ്പ ദേവ, ഭാഗ്യമേകുവ വീടുത്തെ കഥകൾ പാടാൻ. ഭാഗവത സപ്താഹത്തിൻ 7-ാം ദിനം ഞങ്ങളിത ഭക്തിപൂർവം ഗാനമാല്യം ചാർത്തുന്നു ദേവാ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്യും നേരം നാരായണ നിന്റെ വരം പാമരരാം ഞങ്ങൾക്കെന്നും ലഭിച്ചിടണേ. പ്രഭാഷണ സമയത്തോ വേണ്ട പോലെ കഥകളെ പ്രണവസ്വരൂപ ഭവാൻ തോന്നിപ്പിക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. ഉദ്ധവഗീതയിൽ ഭവാൻ ഭംഗിയായി ചൊല്ലിയല്ലോ ഉത്തമമാം ദത്താത്രേയ ഗീതയെ ആദ്യം. ഉള്ളറിയാൻ ഹംസഗീത വർണ്ണാശ്രമ സംവിധാനം ഉണ്മയായി പലവിധ തത്വജാലവും. നാരായണ 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 രാധാ ഗോവിന്ദ. വിപ്രഗീത ഐളഗീത എന്നിവയും അവസാനം വിട ചൊല്ലും ഭക്തനെയും കാണുന്നു നമ്മൾ. നശിക്കാത്ത ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നു ഉദ്ധവനും നാരായണൻ യാത്രാമൊഴിയേകുന്നു ഹൃദ്യം. നാരായണ 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 രാധാ ഗോവിന്ദ. യാദവർത്തൻ പതനവും ബലരാമഗമനവും യദുകുലതിലകത്തിൻ തിരുച്ചുപോക്കും. ലോകമാകെ നോക്കി നിൽക്കെ ഭഗവാനാം ശ്രീകൃഷ്ണനോ ലോകരീത്യ തൻ്റെ രൂപം മറച്ചുവല്ലോ.
നാരായണ 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 രാധാ ഗോവിന്ദ. കലികാലം അവസാനം കൽക്കി തൻ്റെ അവതാരം കേൾപ്പിച്ചു ശുകനും ദിവ്യ ബ്രഹ്മോപദേശം. കാൽവീരലു കുടിക്കുന്ന ഉണ്ണിയാകും ഭഗവാനെ കണ്ടു മാർക്കണ്ഡേയൻ മായ മോചിതനായി. നാരായണ 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 രാധാ ഗോവിന്ദ. മനനാധ്യായത്തെ ചൊല്ലി മംഗളാധ്യായവും പാടി മണിവർണ്ണ ഭക്തിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ മാധവന്റെ അവതാരം പാടി ആരതിയൊഴിഞ്ഞു മടങ്ങവേ മനതാരിൽ ഭക്തി നിറഞ്ഞു. നാരായണ 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 രാധാ ഗോവിന്ദ. 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 രാധാ ഗോവിന്ദ. ഗുരുവാദേശ ഗുരുവാദേശ വായുപുരേശ ഗുരുവായൂരപ്പ. കാവ്യകൗസ്തുഭം ഓട്ടൂറുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ എന്നാണ് എന്ന ആ കവിത ഇന്ന് ഈ സമർപ്പണ വേദിയിൽ ചൊല്ലുകയാണ്. ഇതുവരെ കുറേ ദിവസങ്ങളിലായി ഓട്ടൂർ എഴുതിയ ഗാനങ്ങളെ കൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങളിൽ അക്ഷരാർച്ചന നടത്താനായിട്ട് സാധിച്ചു. എന്നാണ് എന്ന കവിതയോടുകൂടിയാണ് അല്ലെങ്കിൽ ഈ ശ്ലോകത്തോടു കൂടിയാണ് പത്തവതാരം കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ച ഭഗവാനെ ഈ 10 ശ്ലോകങ്ങളെ കൊണ്ട് പൂജിക്കുകയാണ്. ഭഗവാൻ അത് സ്വീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മന്നിൽ കണ്ട പുരത്തിലും തെരുവിലും തെണ്ടിത്തിരിഞ്ഞെത്രയോ ദണ്ണപ്പെട്ടു യദൃച്ഛയാ യമുന തൻ വക്കത്തു വന്നിടവേ കർണത്തിൽ സുധ തൂകുമാറു നദി തൻ കല്ലോലഘോഷങ്ങളിൽ കണ്ണൻ തൻ തിരുനാമ സൂക്ഷ്മനിനദം കേൾക്കുന്നതെന്നാണു ഞാൻ. ചന്ദ്രൻ തന്നിഴൽ കൊണ്ടു കങ്കണമിടും കല്ലോലഹസ്തങ്ങളാൽ മന്ദം രാത്രി കളിന്ത കന്യ തുടയിൽ താളം പിടിച്ചിടവേ ഭൃംഗൗഘം ശ്രുതിമീട്ടുവാൻ തുടരവേ തൈത്തന്നൽ മൂളിയിടവേ ശാർഗം പൂണ്ട പുരാൻ്റെ നാമപടലം പാടുന്നതെന്നാണു ഞാൻ. രാമ ശ്രീധര വാസുദേവ ഭഗവൻ വൈകുണ്ഠദാമോദര സ്വാമിൻ കൃഷ്ണ മുകുന്ദ നന്ദജഹരേ ഗോവിന്ദ എന്നിങ്ങനെ നാമം ഭംഗിയിൽ മാറി മാറി ഉരുവിട്ടും കൊണ്ടു കാളിന്തിയിൽ സാമോദം നിവസിച്ചു രാപ്പകൽ കഴിച്ചിടുന്നതെന്നാണു ഞാൻ. തിങ്ങി വരുന്ന കോടി ഭഗവൻ നാമവ്രജം തൊണ്ടയിൽ തങ്ങിയൊരക്ഷരം ചെവികളിൽ
കേൾക്കാതെയോതി സദാ തേങ്ങിയൊഴുക്കിടുന്ന മിഴിനീർപ്പാലാഴിയിൽ ഭക്തിയാൽ മുങ്ങിപ്പൊങ്ങി രസിച്ചുകൊണ്ടു സമയം പോക്കുന്നതെന്നാണു ഞാൻ. ഭക്തിയാനന്ദസുധാർണവത്തിൽ മുഴുകി കണ്ണീരിലാലോലമായി ചിത്തം പാരമലിഞ്ഞു തൊണ്ടയിടറി തൻ്റെ ഇടമില്ലാതെയായി നൃത്തം വെച്ചു പുരണ്ടു വീണു പരമാനന്ദം സഹിക്കാതെയായി ഭക്തന്മാരുടെ പാദരേണുവിലുരുണ്ടിടുന്നതെന്നാണു ഞാൻ. ചിത്തത്തിൽ ശ്രമശാന്തിയായി മുനികൾ തൻ നിർവാണ സംപ്രാപ്തയായി ശുദ്ധപ്രേമമുണർന്ന വല്ലവികൾ തന്നുച്ഛിഷ്ടമായി പുണ്യമായി തത്തക്കുട്ടികൾ തത്തിടുന്ന യമുനാകൂലസ്ഥകുഞ്ചത്തിൽ നിന്നെത്തിയിടും തുളസീ മഹാപരിമളം ഘ്രാണിപ്പതെന്നാണു ഞാൻ. നീരിത്താരുകൾ കണ്ണടയ്ക്കവേ അളിക്കൂട്ടം മയങ്ങിടവേ പാരീരേഴുമുറങ്ങവേ സുകൃതി തന്നുൾപ്പൂവുണർന്നിടവേ ദൂരത്താഴ്ചവിയോർത്തിടുന്ന സമയത്തേതോ സുധാസീകരം ചോരും ചിന്മുരളീ മനോഹരരവം കേൾക്കുന്നതെന്നാണു ഞാൻ. എണ്ണീടാൻ കഴിയാത്ത മാധുര്യഴും പ്രേമാമൃതം തൂകിയും പൂർണേന്ദുസ്മിത വെണ്ണിലാവൊളികളിൽ പൂമേനിയാറാടിയും പുണ്യം പൂണ്ടിടുമെൻ്റെ കണ്ണിമകളിൽ കർപ്പൂരകം ചാർത്തിയും കണ്ണൻ തൻ കമനീയ സുന്ദരമുഖം കാണുന്നതെന്നാണു ഞാൻ. ഭൃംഗത്തിൻ നിറവും ത്രിഭംഗനിലയും സംഗീത നൈപുണ്യവും രംഗശ്രീകലരും മുഖാംബുരുഹവും ലീലായിതാപാംഗവും ശൃംഗാരസ്വരസങ്ങളും ചിരികളും ചില്ലീലതാ ഭംഗിയും ഗംഗാവാരി തരംഗിതാംഘ്രിയുഗവും കാണുന്നതെന്നാണു ഞാൻ. ദേഹത്തിൻ മുകിലൊത്ത നീല നിറവും നൂറമ്മമാർ തോറ്റുപോം സ്നേഹത്തിൻ നിറവും നറും നെറുകയിൽ പാറും മയിൽപ്പീലിയും മോഹത്തിൻ കടവേരറുത്തുകളയും കണ്ണേറുമീക്ഷിച്ചു ഹൃദാഹത്തിൻ തിലവാരി ബാഷ്പചരിയാൽ തൂവുന്നതെന്നാണു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാഹിത്യം നൽകി കണ്ണൻ കഥകൾ പറയവേ സംശയം തീർത്തു കൃഷ്ണൻ. സംഗീതം നൽകി ഭാഗ്യം കവിതയുണരുവാൻ സംസ്കൃതം നൽകി നീയും. ഇമ്മട്ടിൽ നിന്റെ പുണ്യകഥകൾ പറയുവാൻ എത്തിയോരെൻ്റെ ഉള്ളിൽ
വാക്കായി നീ തന്നെ എത്തി പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവതസ്വരൂപിയുടെ അനൽപമായ അമൂല്യമായ അനുപമമായ അനുഗ്രഹാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 1000 ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ സമർപ്പണത്തിൻ്റെ ധന്യമായ പുണ്യം നിറഞ്ഞ വേദിയിൽ മിഴികൾ നിറയുകയും മൊഴികൾ മുറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ അകം നിറഞ്ഞൊഴുകുന്ന കൃതാർത്ഥതയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ ഈയുള്ളവനെയും ഭഗവാൻ അനുവ്രജാമ്യഹം നിത്യം എന്ന തൻ്റെ വാക്കിനെ സത്യമാക്കിക്കൊണ്ട് ഒപ്പം നടന്ന് വാക്കായി, സംഗീതമായി, പ്രഭാഷണമായി, വ്യാഖ്യാനമായി ഒക്കെ കൂടെ കൊണ്ടു നടന്നു. ആ കണ്ണനാകുന്ന ഒന്നിൻ്റെ മൂല്യമാണ് ഈയുള്ളവനാകുന്ന പൂജ്യത്തിനുള്ളത് എന്ന് തിരിച്ചറിയണു. കേവലം പൂജ്യമായ ഈയുള്ളവനെ പൂജ്യപദവിയിലേക്ക് എത്തിച്ച സർവലോക പൂജനീയനായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനെ, ആ പൊന്നുഗുരുവായൂരപ്പനെ നമസ്കരിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ജന്മാദ്യസ്യ തൊന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തിലേക്കുള്ള യാത്രയിലായിരുന്നു നമ്മളെല്ലാവരും കഴിഞ്ഞ 1000 ദിവസങ്ങളിലായി. 2022 ജനുവരി 24 തീയതി ആ മകരമാസത്തിൻ്റെ മഞ്ഞുള്ള പുലരിയിൽ ആരംഭിച്ച നമ്മുടെ ഈ ഭഗവൽ സമർപ്പണം ഇന്ന് വൈശാഖമാസത്തിലെ പുണ്യം നിറഞ്ഞ ഈ ദിവസം സമർപ്പിക്കപ്പെടുമ്പോൾ 1000 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ കണ്ണ് നിറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഉള്ള് നിറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, വാക്കുകൾ മുറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കണ്ണൻ്റെ കാരുണ്യം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയണു. മുടക്കമില്ലാതെ സ്വന്തം ബലത്തിൽ ഒരു പൂജ കഴിക്കുവാനും ആളായിടാത്തൊരിവനിൽ ബലമേകിയോനെ എന്ന് അച്ഛൻ പറഞ്ഞതുപോലെ, അതേപോലെ ആ 6 മുടക്കമില്ലാതെ നടത്തിയതുപോലെ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ അച്ഛനും ഞാനുമായി സമർപ്പണം ചെയ്ത ദിവസങ്ങൾ ഏകദേശം 1100-ലധികം ദിവസങ്ങളാണെങ്കിൽ അച്ഛൻ 4 തവണയും ഈയുള്ളവനെ ഗുരുവായൂരപ്പൻ 2 തവണയും ആ മേശാന്തിപദം നൽകി അനുഗ്രഹിച്ചപ്പോൾ 183 ദിവസങ്ങൾ അല്ലെങ്കിൽ 182 ദിവസങ്ങൾ ഓരോ തവണയും ഭഗവൽ പൂജ ചെയ്യാനുള്ള ഭാഗ്യം, അതേപോലെയുള്ളൊരു അക്ഷര പൂജയായിരുന്നു കഴിഞ്ഞ 1000 ദിവസങ്ങളിലായി നടത്താൻ സാധിച്ചത്. പല പല തടസ്സങ്ങൾക്കിടയിൽ ഭക്തജനങ്ങളുടെ അന്യാദൃശമായ സഹായം, സഹകരണം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും അവയെ തിരുത്താൻ അവസരം തന്നും ചില സന്ദർഭങ്ങളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തിരക്കിൽപ്പെട്ട് ഒരു സമയം, കുറച്ചു സമയം വൈകിപ്പോയാൽ അത് എന്ത് എന്ന് ചോദിക്കുന്ന നിരവധി ഭക്തജനങ്ങൾ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്ന ആ അനുഗ്രഹത്തോടെ
ഓരോ ദിവസവും ഇത് ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യം. കൊറോണയും കണ്ണൻ്റെ കാരുണ്യമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ആ കൊറോണ തുടങ്ങിയ അവസരത്തിൽ നാരായണീയ പാരായണവും പിന്നീട് ശ്രീഹരി പൂജയായി ശ്രീഹരീയം എന്ന രീതിയിൽ ഒരു സമർപ്പണവും ആരംഭിച്ചത്. അതേപോലെ ഭാഗവത തോണി, ശ്രീകൃഷ്ണ കർണാമൃതം, രാമായണം എന്നിങ്ങനെ നിരവധി ഭഗവത് സമർപ്പണങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം, ഭഗവത്ഗീതയെ അനുസ്മരിക്കാനുള്ള ഭാഗ്യം, മഹാഭാരതം എന്ന മഹത്തായ ആ ഗ്രന്ഥത്തെ 200 ദിവസങ്ങളെ കൊണ്ട് അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഒക്കെ ഭഗവാൻ അനുവദിച്ചു തന്നു. കണ്ണൻ്റെ കാരുണ്യം മറ്റൊന്നുമല്ല, ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. അങ്ങനെയുള്ള ആ കാരുണ്യത്തിനു മുമ്പിൽ വീണ്ടും 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 ശിരസ്സു കുനിച്ചുകൊണ്ടാണ് ഈ സമർപ്പണ സുദിനം ഏറ്റവും അർത്ഥവത്താകുന്നത്. ഭഗവാന്റെ കാരുണ്യത്തെ അനുസ്മരിച്ചും കൊണ്ട് ഒരു കീർത്തനം കൂടി പാടി ഇന്ന് സമർപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ജന്മാദ്യസ്യ എന്ന ആ ശ്ലോകത്തിലൂടെ ആരംഭിച്ച് തം നമാമി ഹരിംപരം എന്ന് സമർപ്പിക്കപ്പെടുമ്പോൾ തുടക്കം ജ എന്ന അക്ഷരത്തിലും സമർപ്പണം പരം എന്നുള്ളതിലെ മാ എന്ന അക്ഷരത്തിലുമാകുന്നു. സജ്ജനങ്ങൾ പറയുന്നു, ജനന മരണങ്ങൾക്കിടയിൽ നാം അവശ്യം അനുഭവിക്കേണ്ട, ആസ്വദിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഭാഗവതത്തെക്കുറിച്ച്. ഭഗവാൻ തന്നെയാണ് ഭാഗവതം, ഭഗവാനെക്കുറിച്ചുള്ളതാണ് ഭാഗവതം. അത് നമുക്കിത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇനി 4 ദിവസം കഴിഞ്ഞാൽ ഇടവമാസം 1-ാം തീയതി മുതൽ ഭഗവാന്റെ മറ്റൊരു സ്വരൂപമായ ജഗദംബികയായി ലോകമാതാവായി മിന്നിത്തിളങ്ങുന്ന അമ്മയുടെ അപദാനങ്ങളെ ശ്രീമദ് ദേവി ഭാഗവത യജ്ഞമായി അമ്മയെ അറിയാൻ എന്ന രീതിയിൽ അനുസ്മരിക്കണം എന്നാഗ്രഹിക്കുന്നു. അവിടെയും ഭഗവാന്റെ തൃക്കരങ്ങൾ എന്നും കൂട്ടായി ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവതം അറിയുവാൻ ഭഗവാനിലലിയുവാൻ ഭാഗ്യമേകി ഭാഗവത രൂപിയാം കൃഷ്ണൻ. ഭഗവാന്റെ ലീലകളെ 1000 ദിനങ്ങളിലായി ഭജിക്കുവാൻ അനുഗ്രഹം നൽകിനാൻ കൃഷ്ണൻ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്തു ഞങ്ങൾ അധ്യായങ്ങൾ മുഴുവനും, പാരം പാടി പലവിധ കീർത്തനങ്ങളും. പലവട്ടമിടറിയ കണ്ഠത്തിനെ ഭഗവാനും പാഞ്ചജന്യം കൊണ്ടു തൊട്ടു സ്വരമുണർത്തി. നാരായണ 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 രാധാ ഗോവിന്ദ. മൂന്നു വർഷം മുമ്പു നമ്മൾ തുടങ്ങിയ സപര്യയെ 3 ലോകപാലകനു
കാത്തു സർവദാ. മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യം ഇജ്ജന്മത്തിൽ ഭാഗ്യമായി മുരരിപൂതൻ്റെ ലീല സ്മരിക്കാറായി. നാരായണ 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 രാധാ ഗോവിന്ദ. മകരത്തിൻ മഞ്ഞു പെയ്യും പ്രഭാതത്തിലൊരു ദിനം മാഹാത്മ്യത്തെ ചൊല്ലി നമ്മൾ തുടങ്ങി പൂജ. മഹിമയേറിടുന്നതാം വൈശാഖമാസത്തിലിതാ മനസ്സു നിറഞ്ഞു നമ്മൾ സമർപ്പിക്കുന്നു. നാരായണ 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 രാധാ ഗോവിന്ദ. കണ്ണിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണീരാലെ നിന്റെ പാദം കഴുകുന്നു കരിമുകിൽ വർണ്ണ ശ്രീകൃഷ്ണ. കനിവിൻ്റെ കിനിവായി കരളിലായി നിറയുക കലിയുഗ വൈകുണ്ഠത്തിൽ വാഴും ശ്രീകൃഷ്ണ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 ഗുരുവാദേശ. നാരായണ 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 വായുപുരേശ വായുപുരേശ ഗുരുവാദേശ രാധാ ഗോവിന്ദ രാധാ വല്ലഭ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി
സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. കർണാമൃതമതു പാടിയിടുന്നു കണ്ണാ നിൻ മുന്നിൽ, കർപ്പൂരത്താലാരതി തീർത്തു കണ്ണാ നിൻ മുന്നിൽ. കണ്ണീർ ചാലുകൾ തുടച്ചു മാറ്റു കണ്ണാ കാർവർണ്ണ, കരളിൽ കുളിരായി നിറയുക നീയും കണ്ണാ മണിവർണ്ണ. ആരതി തീർക്കും ഞങ്ങൾ തന്നെ മനസമതിലെന്നും, ആനന്ദാമൃത തീർത്ഥമൊഴുക്കു മധുരാപുരിനാഥ. മംഗളഗീതം പാടിയിടുമ്പോൾ മാമകവാണികളിൽ മാധുര്യത്തിൻ ശ്രുതിയതു ചേർക്കു വാർമുകിലൊളിവർണ്ണ. അനിലപുരത്തിൽ വാഴുന്നു നീ ഗുരുവായൂരപ്പ, അനന്തപുരിയിൽ വാഴുന്നു നീ അനന്തതൽപ്പത്തിൽ. അടിയങ്ങളുടെ ഹൃദയമതെന്നും പൂജാഗൃഹമാക്കൂ, അടിമലരിണയിൽ വീണു നമിപ്പൂ ഞങ്ങൾ ഭക്തന്മാർ. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. പാർവതി നന്ദന ശ്രീ കാർത്തികേയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താ സുജനാ ഭവന്തു. ലോകാഃ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.